ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തിരുവാതിരയാണല്ലോ. തിരുവാതിര ആയാലേ ഞങ്ങളെ നാട്ടിലെ ഉണ്ണിമുറ വാമന ക്ഷേത്രത്തില് ബമ്പം പരിപാടി തന്നെയാണ് കേട്ടോ. ഈ ധനുമാസത്തിൽ തിരുവാതിര വന്നാലുണ്ടല്ലോ ഞങ്ങളെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും ഉറക്കനുണ്ടാവില്ല. ഞാനൊന്നും പോവലില്ല കേട്ടോ, ഇന്ന അതിൽ കൂട്ടണ്ട, നമ്മൾ പിന്നെ ഒരു ഉറക്കഭ്രാന്തിയാണല്ലോ. അപ്പം എങ്ങനെയാണ് ഈ പരിപാടി? ഇന്നലെ തിരുവാതിര വന്ന രാവിലെ പുലർച്ചെ തന്നെ 5 മണിക്ക് ക്ഷേത്രക്കുളത്തിൽ എത്തും കേട്ടോ പെണ്ണുങ്ങൾ. എല്ലാവരും വെള്ളത്തിലിറങ്ങി തൈര് കലക്കി തുടിച്ച് പാട്ട് പാടി കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തലുണ്ട് കേട്ടോ. എല്ലാ വർഷവും എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ നടത്തലുണ്ട്. ഇപ്രാവശ്യം പെണ്ണുങ്ങൾ കുറവാണ്, എന്താണെന്നറിയില്ല, തണുപ്പൊക്കെ അല്ലേ, വരാനൊരു മടിയുണ്ട്. ഞാനും തന്നെ എല്ലാ വർഷം പോവണം കരുതും, തണുപ്പാവുമ്പോൾ പോവാനേ തോന്നൂല. ഇപ്രാവശ്യം കേട്ടോ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു, കുറച്ച് പെണ്ണുങ്ങളുള്ളെങ്കിലും കൂടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അവരെ പരിപാടി കാണാൻ. അപ്പം ഇതാണല്ലേ തിരുവാതിരേൻ്റെ തൊടിയും താളെന്നൊക്കെ പറയണത് എനിക്ക് മനസ്സിലായിട്ടോ. ചേച്ചിമാരുണ്ടായിരുന്നു, ടീച്ചർമാരുണ്ടായിരുന്നു, അമ്മമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിമുറ വാമന ക്ഷേത്രത്തിലെ തിരുവാതിര മാത്രമല്ല കേട്ടോ ഞങ്ങൾ ആഘോഷിക്കാറുള്ളത്. ഓണാവട്ടെ, വിഷു ആവട്ടെ, ശിവരാത്രി ആവട്ടെ, അയ്യപ്പവിളക്കാവട്ടെ, എന്തിനും മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിൽ. മാതൃസമിതിനെ കുറിച്ച് പറയുക വേണ്ട. സതിയേച്ചീൻ്റെ ദീപച്ചീൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സംഭവങ്ങളുമായിട്ട് ഇവർ വരലുണ്ട് കേട്ടോ. എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഈ മാതൃസമിതി മുന്നിട്ടിറങ്ങും കേട്ടോ. ഒരേ കാര്യം പറയാതിരിക്കാനേ പറ്റില്ല, അത്രയ്ക്ക് ഉഷാറാണ് കേട്ടോ ഞങ്ങളെ മാതൃസമിതി. തിരുവാതിര തൊടിയാണ് കേട്ടോ ഈ കാണുന്നത്. ദീപേച്ചി, പ്രസൂനേച്ചി, സതേച്ചി ഒന്നിനോടൊന്നും മെച്ചമായിട്ടാണ് കേട്ടോ അവർ തുടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ആദ്യമായിട്ട് കാണണമെന്ന്. ഞാൻ ഒരുപാട് നോക്കി നിട്ടോ. ഇന്നും ഈ കാലത്ത് ഈ ആചാരങ്ങളൊക്കെ കൊണ്ട് നടക്കണം നമ്മൾ അമ്പലത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്. തിരുവാതിരേൻ്റെ തൊടിയും താളമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ക്ഷേത്ര ദർശനം കൂടി നടത്തുട്ടോ. എന്നുണ്ട്, ഇന്നത്തെ മാത്രം പതിവല്ല ഇട്ടത്. ഞാൻ ഇന്ന് മാത്രമേ പോയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ പോയ ദിവസം അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് കേട്ടോ നമ്മളെ ദീപേച്ചീൻ്റെ അമ്മേനെ കണ്ടത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോ എടുക്കണത്. അപ്പം ഞാൻ രണ്ടമ്മമാരും വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടെടുത്തിട്ടോ. ബാക്കിൽ എന്താ ചർച്ച എന്നല്ലേ, വൈകുന്നേരത്തെ പരിപാടിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് കേട്ടോ കാണുന്നത്. ഇപ്രാവശ്യം വലിയ ആഘോഷങ്ങളൊന്നുമില്ല, കാരണം ഞങ്ങളുടെ നാട്ടിലൊരു മരണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഊഞ്ഞാല കെട്ടലും ഊഞ്ഞാലാട്ടമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളെ നാട്ടിൽ തിരുവാതിര ഞങ്ങൾ ആഘോഷിക്കാറുള്ളത്. ഈ വർഷം മാത്രമല്ല കേട്ടോ, എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ തിരുവാതിര ആഘോഷിക്കാറുള്ളത്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അനിയച്ചീൻ്റെ കടന്നു വരവ്. അപ്പം അനിയച്ചീനെ ഞാൻ വെറുതെ വിടില്ല, കിടക്കട്ടെ അനിയച്ചിയും വീഡിയോയിൽ നിന്ന് കരുതി. ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. തിരുവാതിര ടീമേ ഒരു പാട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ പിരിഞ്ഞത്. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണ് തിരുവാതിര ആഘോഷിക്കാറുള്ളത്. അപ്പം എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സി യു.